കുടുംബസമേതം ഇവിടെ വന്നത്. അത് കഴിഞ്ഞാൽ തിരിച്ച് കണ്ണൂരിലേക്ക്. അല്ല, സെക്രട്ടറി ഈ കൺവീനർ സ്ഥാനത്ത് മാറ്റുന്നതിന് വേണ്ടി പാർട്ടി വിശദീകരിച്ച കാരണങ്ങളുണ്ടല്ലോ, അത് ജയരാജന് ബോധ്യപ്പെട്ട കാരണങ്ങളാണോ? ആ ചോദ്യങ്ങൾക്കൊന്നും ഇപ്പോൾ പ്രസക്തിയില്ല. നിങ്ങൾ മാധ്യമപ്രവർത്തകരാണ്, വളരെ സമർത്ഥരാണ്, കാര്യങ്ങൾ കണ്ടെത്താൻ അതീവ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുന്നവരാണ്. ആ ദൗത്യം നിങ്ങൾ നിർവഹിച്ചുകൊള്ളുക. ഞാൻ പ്രത്യേകിച്ച് ഇപ്പോഴൊന്നും രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട വിഷയം പരാമർശിക്കാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നു. നേരത്തെ നിങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറയും. അത് ഒരു സമയം വരുമ്പോൾ നിങ്ങളെ വിളിച്ചു ചേർത്ത് കൊടുക്കുക, നിങ്ങളോട് കാര്യം പറയാനുള്ള കാര്യങ്ങൾ അപ്പോൾ പറയും. ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാൻ. CM-നെ കണ്ടിരുന്നല്ലോ ഡൽഹിയിൽ. ഞാൻ CM-നെ കാണാറുണ്ട്. CM-നെ മാത്രമല്ലല്ലോ, ഞാൻ എൻ്റെ ജീവിതത്തിൽ എത്ര ആളുകളെ കണ്ടിട്ടുണ്ട്. CM അതിലൊരു VIP ആണ്. ഞാൻ ഡൽഹിയിൽ സീതാറാം യെച്ചൂരി, അദ്ദേഹവും ഞാനും തമ്മിലൊരു 40-44 വർഷക്കാലത്ത് അടുത്ത ബന്ധം. 1980 DYFI പ്രസിഡൻ്റായ കാലത്തിന് മുമ്പ് തന്നെ അദ്ദേഹവും ഞാനും തമ്മിൽ ഏറ്റവും അടുത്ത ബന്ധമുണ്ടായിട്ടുണ്ട്. ഞങ്ങളൊരു വിദേശ പ്രതിസംഘത്തിൽ മരിച്ചുപോയ ബുദ്ധദേവ് ഭട്ടാചാര്യ, ഞാൻ, സീതാറാം, നേപ്പാൾ ദ്വീപ്, അന്നത്തെ SFIയുടെ ഓൾ ഇന്ത്യ സെക്രട്ടറി, ഞങ്ങൾ 4 പേര് ഡൽഹിയിൽ നിന്ന് മോസ്കോവിലേക്കും പിന്നെ മോസ്കോവിൽ നിന്ന് ഒരു 2 ആഴ്ചക്കാലം ഒന്നിച്ച് ജീവിച്ച് ഒന്നിച്ച് നടന്നിട്ടുള്ളവരാണ്. അന്ന് മുതലുള്ള ഞങ്ങളുടെ ആ ഏറ്റവും അടുത്ത സാഹോദര്യവും സൗഹൃദവും സഖാവെന്നുള്ള നിലയിലുള്ള ബന്ധങ്ങളും അദ്ദേഹത്തിൻ്റെ മരണം വരെ കാത്തുസൂക്ഷിച്ചു. അദ്ദേഹം മരണപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു ദുഃഖവും വേദനയും ഉണ്ടായി. അദ്ദേഹത്തിന് അസുഖം ബാധിച്ച് എയിംസിൽ പ്രവേശിപ്പിക്കപ്പെട്ടപ്പോൾ തന്നെ അവിടെ എത്താൻ ആഗ്രഹിച്ചു. പക്ഷേ അവിടെ ആരെയും പ്രവേശിപ്പിക്കുന്നില്ല, കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇന്നലെ തിരിച്ച് ആ യാത്ര മാറ്റിവെക്കുകയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മരണവാർത്ത അറിഞ്ഞപ്പോൾ എത്രയും പെട്ടെന്ന് അവിടെ എത്തുക എന്നുള്ളതാണ്, അദ്ദേഹത്തെ കാണുക എന്നുള്ളതാണ്. അന്ന് വൈകുന്നേരം 3 മണിക്കാണ് ഈ വാർത്ത വരുന്നത്. മാധ്യമത്തിലാണ് ഞാൻ കാണുന്നത്. എൻ്റെ ഒരു പ്രതീക്ഷ തൊട്ടടുത്ത ദിവസം തന്നെ ഇത് AKG ഭവനിൽ കൊണ്ടുവരും, അവിടെ പൊതുദർശനമുണ്ടാകും, അതിനുശേഷമാണ് മറ്റു കാര്യങ്ങൾ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഡൽഹിയിലേക്ക് എത്തുക എന്നുള്ളത് നോക്കിയപ്പോൾ അന്ന് കേരളത്തിൽ നിന്ന് കോഴിക്കോട് നിന്ന് മാത്രമേ ഫ്ലൈറ്റ് രാത്രി 10:30. ഞാൻ അതുവരെ കഴിഞ്ഞ 2 വർഷക്കാലമായി യാത്ര ചെയ്യാതിരുന്ന ഇൻഡിഗോ ഫ്ലൈറ്റ് മാത്രമേ. ഞാൻ ആ കാര്യങ്ങൾക്ക് ആ സമരം അന്ന് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. നേരെ കോഴിക്കോടേക്ക് ട്രെയിനിൽ വന്ന് ട്രെയിനിൽ ഞാൻ പത്രയുടെ കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് പത്രയുടെ ഫ്ലൈറ്റും ഞാൻ എനിക്ക് തോന്നുന്നു 1 മണി ഡൽഹിയിലെത്തി. പിറ്റേന്ന് രാവിലെ നോക്കുമ്പോൾ ആ പരിപാടികളൊക്കെ വന്നപ്പോൾ അന്ന് വൈകുന്നേരം 6 മണിക്ക് മാത്രമേ AKG ഭവനിലേക്ക് ഓടിയെത്തും. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പിറ്റേ ദിവസം അന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയും കുടുംബാംഗങ്ങളെയും എല്ലാം കണ്ട്. അല്ല ചേട്ടാ, അന്നത്തെ ഇൻഡിഗോയുടെ സമരം അവസാനിപ്പിച്ചല്ലോ, അതേപോലെ ഇപ്പോൾ പാർട്ടിയുമായിട്ടൊരു സമരത്തിലാണോ? എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊള്ളാം. ഇപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒരു കാര്യവും പറയാനില്ല. പക്ഷേ പാർട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാനല്ല. ഞങ്ങൾ ആവർത്തിച്ച് ചോദിക്കാൻ കാരണം, പൊതുസമൂഹത്തിൽ BJP നേതാവിനെ കണ്ടതിന് കുറ്റാരോപിതനായി LDF കൺവീനർ സ്ഥാനം പുറത്തുപോയ വ്യക്തിയാണ് EP. അതുകൊണ്ട് അങ്ങൊരു കുറ്റക്കാരനായി പൊതുസമൂഹത്തിന് മുമ്പിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്നത്. ഞാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും നേടാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എൻ്റെ ജീവിതവും എല്ലാ കാര്യങ്ങളും ഈ നാടിൻ്റെ മുമ്പിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു തുറന്ന പുസ്തകമാണ്. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാം. മാധ്യമക്കാർക്കും ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നല്ല നിശ്ചയമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അന്വേഷിച്ച് നിങ്ങൾക്ക് ശരിയെ തോന്നുന്ന കാര്യങ്ങൾ പറയുക. ഞാൻ പറഞ്ഞ് അത് പ്രസിദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നു. അത് നിങ്ങൾ ബന്ധപ്പെട്ട പാർട്ടി നേതാക്കളോട് ചോദിക്കുക. പക്ഷെ ഞാൻ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല, കഴിഞ്ഞ ഓണ ദിവസം റിപ്പോർട്ടർ ചാനൽ
ഡോക്ടർ അരുൺകുമാറുമായിട്ടുള്ള ഒരു സംഭാഷണത്തിൽ ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു. 29 ഇനി നിങ്ങൾക്ക് കൂടുതൽ ഗവേഷണം നടത്തി ഞാൻ പറഞ്ഞത് തെറ്റുണ്ടോ ശരിയുണ്ടോ എന്തൊക്കെയാണെന്നൊരു കാര്യം നിങ്ങൾ കണ്ടു. പാർട്ടി തന്നിട്ടുള്ള ഫ്ലാറ്റിലേക്കല്ല ചേട്ടൻ ഇപ്പോൾ പോകുന്നതെന്ന് പറയുന്നു. ഞാൻ ഇന്ന് പോകുന്നത് എൻ്റെ മകനോട് ആക്കുളത്ത് താമസിക്കുന്നുണ്ട്, മകൻ്റെ വീട്ടിലേക്കാണ്. 29-നും 30-നും കേന്ദ്ര കമ്മിറ്റിയാണ് പുതിയ ജനറൽ സെക്രട്ടറി നിശ്ചയിക്കാനുള്ള കേന്ദ്ര കമ്മിറ്റി. അതിൽ അങ്ങ് പങ്കെടുക്കുന്നുണ്ടോ? അല്ല, ഇനിയും ദിവസങ്ങൾ കുറേ ഉണ്ടല്ലോ. മനുഷ്യനില്ലേ, ഞാൻ ഇത്തരം ഒരു കാര്യങ്ങളെക്കുറിച്ചും പാർട്ടിക്ക് ദോഷമുണ്ടാക്കുന്ന ഒരു കാര്യങ്ങളും ഞാൻ പറയില്ല. എനിക്ക് നിങ്ങളോട് ജനങ്ങളാണ് എൻ്റെ മുമ്പിലുള്ള ശക്തി. ആ ജനങ്ങളോടാണ് എനിക്ക് ബാധ്യത. ആ ജനങ്ങളോടാണ് ഞാൻ പറയുക. ഞാൻ അതുകൊണ്ടാണ് നിങ്ങൾ തന്നെ പ്രതിഭാശാലികളായ നല്ല ചിന്താശക്തിയുള്ള കഴിവുള്ള പത്രപ്രവർത്തകരാണ്, ഗവേഷക താല്പര്യമുള്ളതാണ്. നിങ്ങളിപ്പോൾ പല കാര്യങ്ങളും ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. നിങ്ങൾ അന്വേഷിക്കുക, നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞ കാര്യം പ്രക്ഷേപണം ചെയ്യുന്ന ഒരു വേദിയാക്കി ഇത്തരം വിഷയങ്ങൾ കൊണ്ടുവരാൻ. ഈ കണ്ണൂരിൽ യുവാക്കൾ തീവ്രവാദ സംഘടനയുടെ ഭാഗമാകുന്നുവെന്ന് കഴിഞ്ഞ ദിവസം പി ജയരാജനൊക്കെ അതിലെന്തെങ്കിലും വാസ്തവം? കേരളത്തിൽ പൊതുവെ തീവ്രവാദ സംഘടനകളെ നല്ലതുപോലെ നിരീക്ഷിച്ച് നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇവിടെ ഉള്ളത്. യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കിയത് ഇവിടെ തീവ്രവാദ പ്രവർത്തനം അസാധ്യമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ തീവ്രവാദ സംഘടനകൾ അവരുടെ ഒരു ശത്രുവെ പോലെ കാണുന്നതാണ് ഇവിടുത്തെ ഗവൺമെൻറ്റും അതുപോലെ തന്നെ ഇവിടെയുള്ള ഇടതുപക്ഷം. എൻ്റെ ഒരു അനുഭവം അതാണ്. പലർക്കും വ്യത്യസ്തമായ അനുഭവങ്ങളോ കാര്യങ്ങളോ ഉണ്ടായേക്കും. ആ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ രേഖപ്പെടുത്തുന്നത് അവരുടെ അനുഭവ കാര്യങ്ങളാണ്. ഞാൻ മനസ്സിലാക്കുന്നത് കേരളമാണ് ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് കടന്നു വരാൻ കഴിയാത്ത ഒരു സംസ്ഥാനം. ഇവിടെ മതസാഹോദര്യവും സന്തോഷവും സംതൃപ്തിയും ജനങ്ങൾക്കുണ്ടാക്കാൻ അതീവ ജാഗ്രതയോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെൻറ്. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാ ജനവിഭാഗവും ജാതിമത ഭേദമില്ലാതെ എല്ലാവരും ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിക്കുന്നുണ്ട്. ഒരു തീവ്രവാദ പ്രവർത്തനങ്ങളും ഈ കേരളത്തിൽ ഈ ഗവൺമെൻറ് അനുവദിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പാർട്ടി ഇപ്പോൾ അങ്ങോട്ട് കാണിക്കുന്ന സമീപനത്തിൽ വ്യക്തിപരമായിട്ട് വേദനയുണ്ട്, കൃത്യമായൊരു സംരക്ഷണം കിട്ടുന്നില്ല. അത് ശരിയല്ല ചേട്ടാ? ഞാൻ ഒരുപാട് വേദനയും ദുഃഖങ്ങളൊക്കെ അനുഭവിച്ച് വളർന്നു വന്ന ഒരാളാണ്. തീക്ഷ്ണമായ പരീക്ഷണങ്ങൾ നേരിട്ട് കടന്നു വന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഒരു പുതുമയല്ല. അതിലൂടെ വളർന്നു വന്നിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ എനിക്കിപ്പോഴൊരു പ്രശ്നവും എൻ്റെ മുമ്പിലില്ല. വളരെ സന്തോഷവും സംതൃപ്തിയേ ഉള്ളൂ. ആ സന്തോഷത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുന്നു. അതിൽ നിങ്ങളുടെ എല്ലാം സഹായങ്ങളും സഹകരണങ്ങളും എന്നും നന്ദി ഉണ്ടാകും എന്നേ ഇപ്പോൾ എനിക്ക് പറയാനുള്ളൂ. പി ജയരാജൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒന്നും തനിക്ക് പറയാനില്ല, ഒന്നും നേടാൻ ആഗ്രഹിക്കുന്നില്ല. കേന്ദ്ര കമ്മിറ്റിയിൽ പങ്കെടുക്കുന്നതിൽ നിലപാട് പറയാതെ പിൻവാങ്ങുകയാണ് പി ജയരാജൻ. പാർട്ടിക്ക് ദോഷമുണ്ടാക്കുന്ന ഒന്നും താൻ പറയാനില്ല. തന്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്. സമയമാകുമ്പോൾ താൻ എല്ലാ കാര്യങ്ങളിലും പറഞ്ഞുകൊള്ളാം. വലിയ തോതിലുള്ള ഗവേഷണങ്ങൾ നടത്തി കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നവരാണ് മാധ്യമപ്രവർത്തകർ. അവർ സ്വന്തം നിലയ്ക്ക് തന്നെ കാര്യങ്ങൾ പറയട്ടെ എന്നും പി ജയരാജൻ പറഞ്ഞു. പാർട്ടിക്ക് ദോഷമുണ്ടാക്കുന്ന ഒന്നും പറയാനില്ല എന്നാണ് പി ജയരാജൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്.